സ്വിച്ച് ഇട്ടതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി വളർത്താമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വിശ്വസിക്കാൻ പാടായിരിക്കും. പക്ഷേ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ ഗ്യാരണ്ടി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒരു തെളിവ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കൂ. മുടി വളരാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ മാത്രം മതി എന്ന് പറഞ്ഞാല് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? മിക്ക ആൾക്കാർക്കും ഇത് വിശ്വസിക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വിശ്വസിച്ചിരിക്കും. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലില് കട്ടൻ ചായ മാത്രം യൂസ് ചെയ്തുകൊണ്ട് മുടി വളർത്തിയ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാല്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടി പറ്റും. 2 മില്യൺ വ്യൂവേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു കട്ടൻ ചായ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ എനിക്ക് ഒരുപാട് പേര് നമ്മുടെ കട്ടൻ ചായയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് ഗേൾസും ബോയ്സും ഒരേപോലെ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു കട്ടൻ ചായ വീഡിയോയ്ക്ക് അത്രയും വ്യൂസ് ഉണ്ട്, അത്രയും റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാല് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു കട്ടൻ ചായ വീഡിയോ അതിലും സ്പെഷ്യൽ ആണ്. കാരണം ഇതിലേക്ക് ഞാൻ വീണ്ടും 1-2 ഇൻഗ്രീഡിയൻസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇനിയുമേ പവർഫുൾ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേയിലപ്പൊടി തന്നെയാണ്, നമ്മുടെ ചായപ്പൊടി. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ AVTയുടെ ആണ്. മുൻപും നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചതും ഈ ഒരു AVTയുടെ ചായപ്പൊടി യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ചായപ്പൊടി സൂപ്പറായിട്ട് മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഉലുവയാണ്. ഉലുവയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന താരനെ പൂർണ്ണമായിട്ട് മാറ്റി നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ ഉലുവ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്ന വേറൊരു സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ റോസ്മേരിയുടെ ലീവ്സ്. റോസ്മേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഭയങ്കര തരംഗമാണ്, ഭയങ്കര ട്രെൻഡിങ് ആണ്. കാരണം ഇതിന്റെ ഒരു റിസൾട്ട് അത്ര മാത്രമാണ്. മുമ്പ് പഠനങ്ങൾ മാത്രമേ തെളിയിച്ചിരുന്നുള്ളൂ റോസ്മേരി ഹെയർ ഗ്രോത്തിന് ദി ബെസ്റ്റ് ആണെന്ന്. പക്ഷേ ഇപ്പൊ പല ആർട്ടിക്കിൾസും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് റോസ്മേരി ഹെയർ ഗ്രോത്തിന് അടിപൊളിയായിട്ട് എല്ലാവർക്കും, ഗേൾസിനും ബോയ്സിനും ഒക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പം ഞാനിവിടെ 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു ടോണർ, പവർഫുൾ ആയിട്ടുള്ള ഒരു ടോണർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് അതിൻ്റെ ഒരു അളവ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മുമ്പ് കാണിച്ച ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി, 2-3 തണ്ട് കറിവേപ്പില, അവസാനമായിട്ട് നമ്മുടെ റോസ്മേരിയും 1 ടേബിൾ സ്പൂൺ നിറച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കുക. ഒരു 15 മിനിറ്റ് നേരമെങ്കിലും നമ്മളിത് വെട്ടിത്തിളപ്പിക്കണം. അങ്ങനെ നമ്മൾ വെട്ടിത്തിളപ്പിക്കുമ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. അതുവരെയ്ക്കും നമ്മൾ തിളപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ വെട്ടി തിളപ്പിക്കുന്ന സമയത്ത് അടിപൊളി ടോണർ, നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഒരു ടോണർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറി കഴിഞ്ഞിട്ട് ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ ഒരു ടോണർ നമ്മൾ 10 ഡേയ്സ് വരെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇത് ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ മുടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും രാത്രി ഈ ഒരു ഹെയർ ടോണർ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഓവർനൈറ്റ് അത് അങ്ങനെ തന്നെ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇരുന്നോട്ടെ. പിറ്റേ ദിവസം രാവിലെ എണീച്ച് പ്ലെയിൻ വാട്ടറിൽ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ രാത്രി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ജലദോഷം പിടിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ രാവിലെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ടോണർ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് വേർതിരിച്ച് ഇട്ട് കൊടുക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ ഓരോ സ്കാൽപ്പിലും, ഓരോ മുടിയിഴയിലും, ഓരോ റൂട്ട്സിലും ഈ ഒരു ഹെയർ ടോണർ തട്ടുമ്പോഴാണ് നമുക്ക് അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഹെയർ ഫോൾ അവിടെ കുറയുള്ളൂ. ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് തെരഞ്ഞു പിടിച്ച് ഇത് നമ്മുടെ ഹെയർ ഫോളിനെ തടഞ്ഞ് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ റൂട്ട്സിനും ഇത് തട്ടണം. ആ ഒരു രീതിയിൽ നിങ്ങളിത് വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ മുടിയിൽ വെച്ചിട്ട് വീണ്ടും പ്ലെയിൻ വാട്ടറിൽ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾ എന്നും യൂസ് ചെയ്ത് വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു 100% റിസൾട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. രാത്രി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കോരി ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയും രാത്രിയും നമ്മുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് 7 days നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം അറിയും. എന്നിരുന്നാലും നിങ്ങൾ 1 മാസം, 2 മാസം, 3 മാസമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ആ ഒരു ലെവൽ തന്നെ ഫുള്ളായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഹെയർ കെയർ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.